രാമായണത്തിലെ ഊർമിള. 14 വർഷത്തെ വനവാസത്തിനു ശേഷം രാമലക്ഷ്മണന്മാർ സീതാദേവിയോടുകൂടെ തിരിച്ചെത്തിയപ്പോൾ അയോധ്യ നിവാസികൾ എല്ലാവരും അവരെ കാണുവാൻ കൊതിച്ചോടിയെത്തി. എന്നാൽ ഊർമിളയെ മാത്രം കണ്ടില്ല. ലക്ഷ്മണൻ തൻ്റെ പത്നിയെ തേടിച്ചെന്നപ്പോൾ ഊർമിള അടുക്കളയിൽ എല്ലാവർക്കും ആഹാരം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. തൻ്റെ പതിയെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഊർമിളയിൽ കണ്ടില്ല. പതിയുടെ പാദങ്ങളിൽ നമിച്ച് തൻ്റെ ജോലി തുടർന്നു. വനവാസത്തിന് കൂടെ കൂട്ടാഞ്ഞതിലുള്ള പരിഭവമോ അതോ ഇത്രയും കാലം പിരിഞ്ഞിരുന്നപ്പോഴുണ്ടായ വിരക്തിയോ എന്നോർത്ത് ലക്ഷ്മണൻ അസ്വസ്ഥനായി. രാത്രിയിൽ ലക്ഷ്മണൻ നോക്കുമ്പോൾ രാമൻ ഊർമിളയുടെ അന്തപുരത്തിലേക്ക് പോകുന്നത് കണ്ടു. മര്യാദാ പുരുഷോത്തമനായ ജ്യേഷ്ഠൻ തന്നെയോ ഇത് എന്ന് ലക്ഷ്മണൻ സംശയിച്ചു. രാമൻ അറിയാതെ പുറകെ ചെന്ന് നോക്കുമ്പോൾ ശ്രീരാമദേവൻ ഉറങ്ങിക്കിടക്കുന്ന ഊർമിളയുടെ പാദങ്ങൾ തൊട്ട് ശിരസിൽ വയ്ക്കുന്നു. ആ കരസ്പർശമേറ്റപ്പോൾ ദേവി ഞെട്ടി എഴുന്നേറ്റു. രാമദേവനെ കണ്ട് അതിശയത്തോടെ ചോദിച്ചു, രാമാദേവ, അങ്ങ് എന്താണീ ചെയ്തത്? എല്ലാവരാലും പൂജിക്കപ്പെടുന്ന മഹാപ്രഭു എൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്നു. രാമൻ പറഞ്ഞു, ദേവി, സ്ഥാനം കൊണ്ടെൻ്റെ അനുജത്തിയാണെങ്കിലും ആ ത്യാഗത്തിനു മുൻപിൽ ഞാൻ കേവലം ശിശുവാണ്. ഈ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഭവതിയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാനായത്. ദേവിയും സീതയെപ്പോലെ പതിയുടെ കൂടെ വരുവാൻ ഒരുങ്ങിയിരുന്നുവെങ്കിൽ ലക്ഷ്മണൻ ഇത്ര നന്നായി എന്നെ പരിപാലിക്കാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല, ദേവി ഇവിടെ ഉള്ളതുകൊണ്ട് മാതാവ് കൗസല്യയെ വേണ്ട പോലെ ശുശ്രൂഷിച്ചുകൊള്ളും എന്ന സമാധാനവും എനിക്കുണ്ടായി. ഏതു കർമ്മവും കൃത്യനിഷ്ഠയോടും സമാധാനത്തോടും നിർവഹിക്കുവാൻ ആദ്യം ഗൃഹത്തിൽ സമാധാനം വേണം. എല്ലാം മനസ്സിലാക്കി വേണ്ടതുപോലെ ഗൃഹം പരിപാലിക്കാൻ ഉത്തമയായ ഗൃഹസ്ഥയ്ക്കു മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ ദേവിയെ നമിച്ചത്. പകൽ സമയത്തായാൽ ലക്ഷ്മണനും ദേവിയും ഇതിനെ അനുവദിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ വന്നത്. ഇതെല്ലാം കേട്ട ഊർമിള പറഞ്ഞു, ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങയുടെ അനുഗ്രഹത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധ്യമായത്. വനവാസത്തിന് പോകുമ്പോൾ അങ്ങയോടുള്ള അതിരറ്റ ഭക്തി മൂലം എൻ്റെ പതി കൂടെ പോരുവാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ വിരഹദുഃഖത്തെപ്പറ്റി അദ്ദേഹം ഒട്ടും തന്നെ ചിന്തിച്ചില്ല. എന്നാൽ ദേവ, ആ സമയത്തും അങ്ങ് എൻ്റെ അടുത്തെത്തി എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഞാൻ അങ്ങയോടൊരു വരം ആവശ്യപ്പെട്ടു. ഒരു നിമിഷം പോലും എൻ്റെ പതിയെ പിരിഞ്ഞിരിക്കുന്നു എന്ന വിഷമം എനിക്കുണ്ടാവരുത്. സദാ പതിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന അനുഭവത്തെ എനിക്ക് വരമായി തരണമെന്ന്. അങ്ങ് തന്ന ആ വരമാണ് എന്നെ സർവകർമ്മങ്ങളും ച്യുതിയില്ലാതെ അനുഷ്ഠിക്കാൻ പ്രാപ്തയാക്കിയത്. പതിയോടുകൂടി ആനന്ദത്തോടെ ഇരിക്കുന്ന പതിവ്രതയായ പത്നിക്കു മാത്രമേ നല്ല ഗൃഹസ്ഥയാവാൻ കഴിയൂ. ഇതെല്ലാം കേട്ടുനിന്ന ലക്ഷ്മണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.